ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതും വളരെ പ്രധാനപ്പെട്ടതും നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായ ഏതാനും എക്സൽ ഫങ്ഷൻസ് ആണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോലി അന്വേഷിച്ച് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ. കാരണം ഈ ഫങ്ഷൻസ് അറിയാതെ എക്സൽ അറിയാമെന്ന് ഒരിക്കലും നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് സെലക്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. കാരണം നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഓരോ കമൻറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കണ്ടൻറ്റുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്താനുള്ള പ്രചോദനമാണ് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഓരോ കമൻറ്റും. വരൂ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇറ്റ് ഇസ് മീ ഷെരീഫ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഷെരീസ് ബൈനറി കഫേ. ആദ്യം എന്താണ് ഫങ്ഷൻസ് എന്ന് നോക്കാം. വാട്ട് ഈസ് ഫങ്ഷൻസ്? എ ഫങ്ഷൻ ഈസ് എ പ്രീ-ബിൽറ്റ് കമാൻഡ് ദാറ്റ് ടേക്സ് എ വാല്യൂ ഓർ വാല്യൂസ്, കാൽക്കുലേറ്റ്സ് ദം ഇൻ എ സർട്ടൻ വേ ആൻഡ് റിട്ടേൺസ് എ റിസൾട്ട്. അതായത് എക്സലിലെ കണക്കുകൂട്ടലുകൾ എളുപ്പമാക്കാൻ വേണ്ടി എക്സലിൽ നേരത്തെ നിർമ്മിച്ചു വെച്ച ഒരു കൂട്ടം കമാൻഡ്സ് ആണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ കമാൻഡ്സ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ കമാൻഡ്സിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നമുക്ക് റിട്ടേൺ കിട്ടും. വിശദമായിട്ട് നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഫംഗ്ഷൻ സം എന്നുള്ള ഫംഗ്ഷനാണ്. സം എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമ്പേഴ്സ് കൂട്ടാനാണ്. നമ്പേഴ്സ് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് സം എന്നുള്ള ഫംഗ്ഷൻ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഏത് സെല്ലിലാണോ നമുക്ക് ആൻസർ വേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാ ഫംഗ്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ ടു വെച്ചിട്ടാണ്. ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സം എന്ന് ടൈപ്പ് ചെയ്യുക. SUM സം എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏതൊക്കെ നമ്പറാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത്, കൂട്ടേണ്ടത്, ആ നമ്പറൊക്കെ നമുക്ക് കൊമ ഇട്ടിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 10, 20, 30, അങ്ങനെ കൊമ ഇട്ട് കൊടുത്തിട്ട് അവസാനം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. ഇങ്ങനെയാണ് നമ്പേഴ്സ് നമ്മൾ സം ഉപയോഗിച്ച് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്പർ ടൈപ്പ് ചെയ്യണമെന്നില്ല. നമുക്ക് ആ സെല്ലിന്റെ അഡ്രസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഉദാഹരണത്തിന് ഞാനിവിടെ D4 എന്നുള്ള സെല്ല് സെലക്ട് ചെയ്തു. അവിടെ ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം സം എന്ന് ടൈപ്പ് ചെയ്തു. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. വിത്തൗട്ട് സ്പേസ്, നോ സ്പേസ്. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഞാൻ കുറച്ച് നമ്പർ ടൈപ്പ് ചെയ്യാൻ പോണേ. 10, 20, 30 ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് കൊമ ഇടരുത്. ലാസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് അവിടെ കിട്ടും. ഇവിടെ നമുക്കിപ്പോൾ 3 നമ്പർ 10, 20, 30 ആണ്. ഓക്കെ, എൻ്റർ അടിച്ചു നോക്കുക. 60 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. ഇവിടെ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സെൽ അഡ്രസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈക്വൽ ടു SUM ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പൊ ഈ ഉദാഹരണത്തിന് ഈ ബോക്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം B2, B9 എന്നുള്ളത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഒരു മാർക്ക് ഷീറ്റാണ്. ഇവിടെ B2 എന്നുള്ളത് ഇംഗ്ലീഷിന്റെ മാർക്കാണ്. B9 എന്നുള്ളത് മാത്സിന്റെ മാർക്കാണ്. അപ്പം ഇംഗ്ലീഷിന്റെ മാർക്കും മാത്സിന്റെ മാർക്കുമാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈക്വൽ ടു സം എന്ന് കൊടുത്തു. അതിനുശേഷം B2 ക്ലിക്ക് ചെയ്യുക. B2 എന്നുള്ളത് ആ 93 എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 93യുടെ സെൽ അഡ്രസ് B2 എന്നുള്ളതാണ് ഈ കോളത്തിൽ ഡിസ്പ്ലേ ചെയ്യുക. അതിനുശേഷം കൊമ കൊടുക്കുക. പിന്നെ B9 എന്നുള്ളത് മാത്സിന്റെ മാർക്കാണ്. അപ്പൊ B9ൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ B9 എന്നുള്ള മാർക്ക് വന്നു. സോറി, അതിന്റെ സെൽ അഡ്രസ് വന്നു. B9 എന്നുള്ള സെൽ അഡ്രസ് വന്നു. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുന്ന സമയത്ത് ആ 2 മാർക്ക് ഇങ്ങനെ വേണമെങ്കിൽ എത്രയും വീണ്ടും ആഡ് ചെയ്യാം. വീണ്ടും കൊമേറ്റ് വേറെ നമ്പർ ഉണ്ടെങ്കിൽ വീണ്ടും വേറെ സബ്ജക്റ്റിന്റെ മാർക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എൻ്റർ അടിക്കുക. ഓക്കെ, 192 എന്നുള്ള ആൻസർ കിട്ടി. ഇനി ഞാൻ ഇംഗ്ലീഷിന്റെ മാർക്ക് ഒന്ന് മാറ്റി നോക്കാം. ഇംഗ്ലീഷിന്റെ മാർക്ക് 90 എന്ന് കൊടുത്തു. ഇപ്പോൾ ഇവിടെ കാണാം റിസൾട്ട് നമുക്ക് ഇവിടെ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി 1 or 2 നമ്പറിന് പകരം ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സ് ആണ് വേണ്ടതെങ്കിൽ, ഇപ്പോൾ രണ്ടാമത്തെ സിൻടാക്സിൽ കൊടുത്തിരിക്കുന്നത് B2 B5 എന്നാണ്. അതായത് B2 മുതൽ B5 എന്നാണ് അർത്ഥം. ചെയ്തു നോക്കാം. ഈക്വൽ ടു സം എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. B2 എന്നുള്ള സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് B5 വരെ ഡ്രാഗ് ചെയ്യുക. താഴേക്ക് സെലക്ഷൻ കൊടുക്കുക. മൗസ് ഹോൾഡ് ചെയ്ത് താഴെ വരെ B5 വരെ സെലക്ട് ചെയ്തു.
അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കുന്നത് B2:B5 എന്നാണ്. അതിൻ്റെ അർത്ഥം B2 മുതൽ B5 വരെ ആഡ് ചെയ്യണം എന്നാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ 366 എന്നുള്ള ആൻസർ കിട്ടി. അത് ആദ്യത്തെ 4 സബ്ജക്റ്റിന്റെ മാർക്കാണ്, B2, B3, B4 ആൻഡ് B5. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു മാർക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. ഉദാഹരണത്തിന് ഹിന്ദിയുടെ മാർക്ക് 65 എന്ന് കൊടുത്തു. ഓക്കെ, നമുക്ക് ഇവിടെ ആൻസർ മാറിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സിൻടാക്സിൽ B2 മുതൽ B5 വരെ ചെയ്തിട്ട് വീണ്ടും കോമേറ്റ് മറ്റൊരു റേഞ്ച് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. അതായത് ഒരു നമ്പർ സ്കിപ്പ് ചെയ്ത് B6 നമ്പർ സ്കിപ്പ് ചെയ്തിട്ട് B2 മുതൽ B5 വരെ, അതിനുശേഷം B7 മുതൽ B9 വരെ, ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്യണം. എങ്ങനെ ചെയ്ത് നോക്കാം? ഈക്വൽ ടു സം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, B2 മുതൽ B5 വരെ സെലക്ട് ചെയ്യുക, കോമ ഇടുക, അതിനുശേഷം B7 മുതൽ B9 വരെ. ഓക്കെ, അപ്പോൾ ഇവിടെ B2 മുതൽ B5 വരെയും അതിനുശേഷം B7 മുതൽ B9 വരെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. 612. അപ്പോൾ ഇവിടെ നമ്മൾ B6 മാത്രം ആഡ് ചെയ്തിട്ടില്ല, കെമിസ്ട്രിയുടെ മാർക്ക് മാത്രമാണ് സ്കിപ്പ് ചെയ്തത്, ബാക്കിയെല്ലാം ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഞാൻ സോഷ്യൽ സയൻസിന്റെ മാർക്ക് 85 ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൻസർ ഇവിടെ മാറുന്നുണ്ട്. നേരെ മറിച്ച് കെമിസ്ട്രിയുടെ മാർക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ മാറില്ല, കാരണം നമ്മൾ കെമിസ്ട്രി ഇവിടെ ആഡ് ചെയ്തതിൽ കൂട്ടിയിട്ടില്ല. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ ആവറേജ് എന്നുള്ള ഫംഗ്ഷനാണ്. സിൻടാക്സ് സെയിം ആണ്, സമ്മിന്റെ അതേ സിൻടാക്സ് ആണ്, പക്ഷേ ഇത് സമ്മിന് പകരം ആവറേജ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്? ഈക്വൽ ടു ആവറേജ്, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ മുഴുവൻ സെല്ലാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഐറ്റത്തിൻ്റെയും ആവറേജ് ആണ് കിട്ടുക. ഇവിടെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സിന്റെ പ്രൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ പ്രൈസിന്റെയും ആവറേജ് B2 മുതൽ B9 വരെ മൊത്തം ആവറേജ് ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, എൻ്റർ ചെയ്തു. 71.875 എന്നുള്ള ആവറേജ് ആണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന സിൻടാക്സിലെ പോലെയും ചെയ്തു കൊടുക്കാം. ഈക്വൽ ടു ആവറേജ്, ബ്രാക്കറ്റ് B2, B9, B2, B9. ഓക്കെ, എൻ്റർ. 107.5 ആണ് അതിൻ്റെ ആവറേജ്. ഏതെങ്കിലും ഒരു നമ്പർ മാറ്റി നോക്കാം. ഇപ്പോൾ കിവിയുടെ പ്രൈസ് ഞാൻ 100 ആക്കി, ഓട്ടോമാറ്റിക്കലി ആവറേജിൽ മാറ്റം വരുന്നത് കാണാം. ഈക്വൽ ടു ആവറേജ്, രണ്ടാമത്തിൽ B2 മുതൽ B5 വരെയാണ്, B2 മുതൽ B5 വരെ. ഓക്കെ, ഇത്രയും നമ്പേഴ്സിന്റെ മാത്രം, ഇത്രയും പ്രൈസിന്റെ മാത്രം ആവറേജ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി മൂന്നാമത്തത് ഈക്വൽ ടു ആവറേജ് B2 മുതൽ B5 വരെയും, B7 മുതൽ B9 വരെയും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഓക്കെ, 77.85. ഇത്രയും ഡെസിമൽ പോയിന്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിക്രീസ് ഡെസിമൽ എന്നുള്ള ടൂൾ ഉപയോഗിച്ച് കുറക്കാൻ പറ്റും. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് ഇൻക്രീസ് ഡെസിമലും ഡിക്രീസ് ഡെസിമലും. ഡിക്രീസ് ഡെസിമൽ എന്നുള്ള ടൂൾ ഹോം ടാബിന് അണ്ടറിൽ നമ്പർ ഗ്രൂപ്പിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡെസിമൽ പോയിന്റിന്റെ എണ്ണം വേണമെങ്കിൽ കുറക്കാം. മൂന്നാമത്തെ ഫംഗ്ഷൻ മിനിമം എന്നുള്ള ഫംഗ്ഷനാണ്. MIN എന്നാണ് ഫംഗ്ഷന്റെ പേര്. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ തന്നിരിക്കുന്ന നമ്പേഴ്സ്, ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ നമ്പർ സെലക്ട് ചെയ്ത് ഏറ്റവും ചെറിയ നമ്പർ നമുക്ക് റിട്ടേൺ ചെയ്യും. ഈക്വൽ ടു MIN, സിൻടാക്സ് സെയിം ആണ്. ഈക്വൽ ടു MIN എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഏതൊക്കെ നമ്പർ ആണെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ B2 മുതൽ B2, B9 ഉണ്ട്, B2 മുതൽ B5 വരെ ഉണ്ട്, B2 മുതൽ B5 വരെയും, പിന്നെ B7 മുതൽ B9. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ ചെയ്ത അതേപോലെ തന്നെ ഞാൻ മൊത്തം സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, മുഴുവൻ നമ്പറും സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് 95 ആണ് ഏറ്റവും ചെറിയത്, ടാബ്ലറ്റിന്റെ ക്വാണ്ടിറ്റി ആണ് ഏറ്റവും ചെറുത്, അതാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ചെറിയ നമ്പർ 95 ആണ്. ഇത് ഞാൻ മറ്റൊരു നമ്പർ, ഇപ്പോൾ കീബോർഡിൻ്റെത് ഞാൻ 30 എടുക്കുകയാണ് ക്വാണ്ടിറ്റി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് 30 എന്നുള്ള ആൻസർ കിട്ടി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ എല്ലാ എക്സാമ്പിളും ചെയ്യുന്നില്ല. മാക്സിലേക്ക് പോവാണ്. അടുത്ത ഫംഗ്ഷൻ മാക്സ് ആണ്, MAX. മാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയ നമ്പേഴ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമാൻഡാണ്, ഫംഗ്ഷനാണ്. സിൻടാക്സ് സെയിം ആണ്. ഈക്വൽ ടു MAX, ബ്രാക്കറ്റ് കൊടുക്കുക. നേരത്തെ പോലെ ഏതൊക്കെ റേഞ്ച് ഓഫ് സെല്ലാണ് വേണ്ടത് അത്രയും നമ്പേഴ്സ് സെലക്ട് ചെയ്യും. ഞാൻ ഇവിടെ മുഴുവൻ നമ്പേഴ്സും സെലക്ട് ചെയ്തിട്ടുണ്ട്,
ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പം മാക്സ് എന്നുള്ളത് മാക്സിമം നമ്പർ, അതായത് ഹയസ്റ്റ് നമ്പറാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ 136 എന്നുള്ളതാണ് ഹയസ്റ്റ് നമ്പർ. ഇനി മറ്റൊരു നമ്പർ ഞാൻ ഹയസ്റ്റ് ആക്കാൻ പോകണം. 124 എന്നുള്ള മൗസിന്റെ ക്വാണ്ടിറ്റി ഞാൻ 200 കൊടുക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ 200 ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം മാക്സ് എന്നുള്ള ഫംഗ്ഷൻ ഹയസ്റ്റ് നമ്പറാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, സിൻടാക്സ് സെയിം ആണ്. ഈക്വൽ ടു മാക്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്യുക. അടുത്ത ഫംഗ്ഷൻ കൗണ്ട് എന്നുള്ള ഫംഗ്ഷനാണ്. കൗണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ചിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് റിട്ടേൺ ചെയ്യും. അതായത് കൗണ്ട് എന്നുള്ളത് ഒരിക്കലും ടെക്സ്റ്റ് കൗണ്ട് ചെയ്യില്ല, അതേപോലെ ബ്ലാങ്ക് സെല്ലും കൗണ്ട് ചെയ്യില്ല. എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. എക്സാമ്പിൾ നോക്കാം. ഈക്വൽ ടു കൗണ്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്യുക. ഞാനിവിടെ B2 മുതൽ B9 വരെ സെലക്ട് ചെയ്തു, അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇവിടെ എനിക്ക് 7 എന്നുള്ള ആൻസർ കിട്ടി. കാരണം മൗസിന്റെ ക്വാണ്ടിറ്റി നിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ ഒരിക്കലും ടെക്സ്റ്റ് കൗണ്ട് ചെയ്യില്ല. ബാക്കിയുള്ളത് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 7 ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് 7 എന്നുള്ള ആൻസർ കിട്ടിയത്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഞാൻ നമ്മുടെ ബ്ലാങ്ക് അവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ബ്ലാങ്ക് ആക്കാൻ പോകണം. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആൻസർ 6 എന്നായി മാറി. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കുക, കൗണ്ട് എന്നുള്ളത് ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. അത് ടെക്സ്റ്റ് കൗണ്ട് ചെയ്യില്ല, ബ്ലാങ്ക് സെല്ലും കൗണ്ട് ചെയ്യില്ല. സിൻടാക്സ് ഈക്വൽ ടു കൗണ്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സെൽ റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അടുത്ത ഫംഗ്ഷൻ കൗണ്ട് എ എന്നുള്ള ഫംഗ്ഷനാണ്. കൗണ്ട് എ എന്നുള്ള ഫംഗ്ഷൻ നോൺ ബ്ലാങ്ക് സെല്ല് കൗണ്ട് ചെയ്യും. അതായത് ബ്ലാങ്ക് മാത്രമേ കൗണ്ട് ചെയ്യില്ല, ടെക്സ്റ്റും കൗണ്ട് ചെയ്യും, നമ്പേഴ്സും കൗണ്ട് ചെയ്യും. എങ്ങനെ ചെയ്യുന്ന നോക്കുക. ഈക്വൽ ടു കൗണ്ട് എ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സെൽ റേഞ്ച് സെലക്ട് ചെയ്യുക. ഇവിടെ നോൺ ബ്ലാങ്ക് എന്ന് പറയുന്നത് ഒരു സെല്ല് മാത്രമേ ബ്ലാങ്ക് ഉള്ളൂ, ബാക്കി എല്ലാറ്റിലും നമ്പർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൻസർ നമുക്ക് കിട്ടുന്നത് 7 ആണ്. കാരണം ടോട്ടൽ നമുക്ക് 8 ഐറ്റംസ് ആണുള്ളത്, 8 ഐറ്റംസ് ആണുള്ളത്. അതിൽ 1 ബ്ലാങ്ക് ആണ്. അതുകൊണ്ടാണ് നമുക്ക് 7 കിട്ടിയത്. അതായത് ബ്ലാങ്ക് കൗണ്ട് ചെയ്യില്ല. ഞാൻ ഏതെങ്കിലും നമ്പർ ഇവിടെ വീണ്ടും ബ്ലാങ്ക് ആക്കുകയാണെങ്കിൽ ഞാൻ ടാബ്ലറ്റിൻ്റെ ക്വാണ്ടിറ്റി ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ 6 ആയി. അപ്പോൾ യൂസ് ചെയ്യുന്ന വിധം ഈക്വൽ ടു കൗണ്ട് എ, ബ്രാക്കറ്റ് സെലക്ട് ദി സെൽ റേഞ്ച്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അടുത്ത ഫംഗ്ഷൻ കൗണ്ട് ബ്ലാങ്ക് എന്നുള്ള ഫംഗ്ഷനാണ്. കൗണ്ട് ബ്ലാങ്ക് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഓഫ് കൗണ്ട് എ ആണ്. കൗണ്ട് എ എന്നുള്ളത് നോൺ ബ്ലാങ്ക് സെല്ല് സെലക്ട് ചെയ്യും. കൗണ്ട് ബ്ലാങ്ക് എന്നുള്ളത് ബ്ലാങ്ക് സെല്ല് മാത്രം കൗണ്ട് ചെയ്യും. ചെയ്തു നോക്കാം. ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സെൽ റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത് ബ്ലാങ്ക് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. എൻ്റർ. അപ്പോൾ ഒരു ബ്ലാങ്ക് ആണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ എൻ്റർ ചെയ്ത് ക്വാണ്ടിറ്റി, പ്രൈസ് ഒക്കെ എൻ്റർ ചെയ്ത് വലിയ വലിയ ടേബിളിലൊക്കെ നമുക്ക് അവിടെ മിസ്സായി പോയ ഐറ്റംസ് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും എത്ര കോളത്തിലൊക്കെ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യാൻ വിട്ടിട്ടുണ്ട്, ഏത് കോളൊക്കെ എത്ര സെല്ല് ബ്ലാങ്ക് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് കൗണ്ട് ബ്ലാങ്ക്. ഞാനിവിടെ 95 എന്നുള്ളതിൻ്റെ ഡാറ്റയും കൂടി ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ 2 എന്നായി, അതായത് 2 ബ്ലാങ്ക് സെല്ലായി. ഓക്കെ, അപ്പോൾ യൂസ് ചെയ്യുന്ന വിധം ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സെൽ റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. അടുത്ത ഫംഗ്ഷൻ ടുഡേ എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. ടുഡേ എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് കറണ്ട് ഡേറ്റ് റിട്ടേൺ ചെയ്യും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണിത്. ടുഡേ എന്നുള്ള ഫംഗ്ഷൻ പലപ്പോഴും നമുക്ക് കറണ്ട് ഡേറ്റ് വെച്ചിട്ട്, അതായത് ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേറ്റ് വെച്ചിട്ടുള്ള എന്തെങ്കിലും കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ടുഡേ എന്നുള്ള ഫംഗ്ഷൻ. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈക്വൽ ടു ടുഡേ എന്ന് ടൈപ്പ് ചെയ്യുക, ഈക്വൽ ടു ടുഡേ എന്ന് ടൈപ്പ് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഉടനെ തന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ബ്രാക്കറ്റിനകത്ത് ഒരു വാല്യൂ ഇല്ല. ഈക്വൽ ടു ടുഡേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അത് ഇന്നത്തെ ഡേറ്റ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫോർമാറ്റ് അനുസരിച്ച് ഡിസ്പ്ലേ ചെയ്യിക്കും. ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് സെമി കോളൻ എന്നുള്ള കീ ആണ്. കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് സെമി കോളൻ എന്നുള്ള കീ ഞാൻ പ്രസ് ചെയ്യാൻ പോകണം. സെമി കോളൻ എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇന്നത്തെ ഡേറ്റ്, ടുഡേസ് ഡേറ്റ് ഫംഗ്ഷൻ ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും.
മറ്റൊരു ഫംഗ്ഷൻ, അടുത്ത ഫംഗ്ഷൻ നൗ എന്നുള്ള ഫംഗ്ഷനാണ്. നൗ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് കറണ്ട് ടൈം ഡിസ്പ്ലേ ചെയ്യിക്കാനാണ്. ഇതിൻ്റെ സിൻടാക്സ് ഈക്വൽ ടു നൗ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഇത് ഡേറ്റിൻ്റെ കൂടെ നമുക്ക് ടൈം തന്നിട്ടുണ്ട്. കറണ്ട് ഡേറ്റ് ആൻഡ് ടൈമാണ് ശരിക്കും തന്നിരിക്കുന്നത്. അത് ഫോർമാറ്റ് മാറ്റിയിട്ട് ടൈം മാത്രം മതിയെങ്കിൽ അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ ഡേറ്റിൻ്റെ ടൈമിൻ്റെയും ഡേറ്റിൻ്റെയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ കാണാവുന്നതാണ്. അതായത് ഈക്വൽ ടു നൗ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇറ്റ് വിൽ ഡിസ്പ്ലേ കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം. ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നേരത്തെ ഉപയോഗിച്ച ഷോർട്ട് കട്ടിൻ്റെ കൂടെ ഷിഫ്റ്റ് കൂടി യൂസ് ചെയ്യുക. അതായത് ഷിഫ്റ്റ് കൺട്രോൾ ദെൻ സെമിക്കോളൻ, എൻ്റർ അടിക്കാൻ. ഓക്കെ, അത് ടൈം മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വിഷയമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ് ഈസ് മീ ഷെരീഫ് സൈനിങ് ഓഫ്.